ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്. ഇവിടെ നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ ഇവിടെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? മൂപ്പറില്ല, മൂപ്പർ പുറത്ത് പോയിട്ടുണ്ട്. ഞാൻ ചീത്ത പറഞ്ഞിട്ട് ആ മൂപ്പർ പുറത്ത് പോയി. എന്താ പറഞ്ഞാൽ എൻ്റെ കണ്ണ് തെറ്റിയാൽ അപ്പം എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് വെക്കും ഇവിടെ. ഞാൻ പുറത്തുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴേക്ക് പാൽ കൂട്ടിയ രാവിലെ പറഞ്ഞായിരുന്നു എന്നോട്, ഞാൻ കട്ടൻ ചായ കുടിക്കൂല, പാല് കൂട്ടിയ ചായ കുടിക്കുന്ന, കട്ടൻ ചായ മതിയാക്കിയെന്ന് പറഞ്ഞു. പിന്നെ ചേഞ്ച് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പം ചേഞ്ച് തന്നെയല്ലേ ഉണ്ടാവല്. ഇനി ഞാൻ പുറത്ത് പോയതക്കത്തിന് ഇവിടെ ചെറിയ കട്ടൻ ചായ വെക്കുന്ന ചെറിയൊരു പോഞ്ചുണ്ട് കറണ്ടിൽ കൊത്തിയിട്ട്. അതിൽ പാല് കൂട്ടിയോ, അതിൽ പാല് കൂട്ടിയിട്ട് അത് ഫുള്ള് മറിഞ്ഞ് ടേബിളെല്ലാം മറിഞ്ഞിട്ട് അലാക്കിൻ്റെ ഒടിയാക്കിയിട്ട് വെച്ചിന്, തായും എല്ലായിടത്തും. അതിന് ഞാൻ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞ പാൽ ചായ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ചെയ്തിരുന്നില്ലേ, ഇതെന്തിനാണ് ഈ വേണ്ടാത്ത പണിയെല്ലാം എടുത്തു കൂട്ടുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെ എന്ത് ആട്ടിൻ്റെ മാർക്കറ്റിൽ പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ പോയി. കുഞ്ഞോളം കാട്ടിയും കടയായിട്ട് ഇപ്പം ഇരിക്കുന്നില്ലത്. എന്ത് പറഞ്ഞാലും തലക്കുവൊന്നുമില്ല. അന്നേ മോൻ പറഞ്ഞിരുന്നു ഗ്യാസ് കത്തിക്കാൻ പാടില്ല വാപ്പാന്ന്. എനിക്കിപ്പം ഞാൻ അങ്ങോട്ടും തെറ്റിയാൽ അപ്പം പോയി ഗ്യാസിൻ്റെ അടുത്ത്. എന്താ ചെയ്യുക? അല്ലെങ്കിൽ തന്നെ ഒന്നാമത് ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെൻഷനാണ്. അതിൻ്റെ ഇടയിൽ ഇതും എന്തെന്നാണ്. ഇങ്ങനെ പോയാൽ എന്താ ചെയ്യാം? എത്ര പറഞ്ഞു കൊടുത്താലും അറിയുന്നില്ല. ഞമ്മ എന്തെങ്കിലും പറയുമ്പോൾ കേൾക്കാത്ത പോലെ ആക്കിയിട്ട് നിൽക്കായിരുന്നു. 100 പ്രാവശ്യം പറയണം എന്തെങ്കിലും ഒന്ന് കേൾക്കണമെങ്കിൽ, മറുപടി പറയണമെങ്കിൽ. കേൾക്കാത്ത പോലെ. അതിന് രാവിലെ ഞാൻ കുറേ ചൂടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ടൊന്ന് കേൾക്കാത്ത പോലെ ആക്കിയിട്ട് നിൽക്കുന്നതിന്. വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് അതെല്ലാം. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. മൂപ്പർക്കറിയാം എന്തെങ്കിലും ഞാൻ ചെയ്താലേ അവൾക്ക് ദേഷ്യം വരുമെന്നുള്ളത്. അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. മോളെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അതിനായിട്ട് ടെൻഷനായിട്ട് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ എല്ലാം പണി ഒപ്പിക്കുന്നത്. മോളിന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. പ്രഷർ കൂടുതലുണ്ട്, അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പം കുറേ ടെസ്റ്റിന് എഴുതി കൊടുത്തിന്. അപ്പം അതിൽ 2 ടെസ്റ്റിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഇനി 2 ടെസ്റ്റും കൂടി ഉണ്ട്. അതിലൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ, എല്ലാവരും ദുആ ചെയ്യാം. ഓക്കെ. അത് ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ. ഇപ്പം ഞാൻ പ്രഷർ കയറിയിട്ട് എന്തെങ്കിലും ആവുമോയെന്നറിയില്ല. അങ്ങനത്തെ ടെൻഷനാണ്. പ്രഷറും ഷുഗറും എല്ലാം കൂടുതലുണ്ടാവും ഇനിയിപ്പം നോക്കുമ്പോൾ. ഷുഗർ അല്ലെങ്കിലേ കൂടുതൽ തന്നെ. ഷുഗർ കുറവൊന്നുമില്ല. വെറും വയറ്റിലെല്ലാം 280 300 അടുത്തെല്ലാം ഉണ്ട്. ടെൻഷൻ ഒഴിഞ്ഞിട്ടില്ല സമയമില്ലല്ലോ. ഏത് സമയം നോക്കിയാലും ടെൻഷനാണ്. എത്ര കാലമായി ഈ ടെൻഷൻ ഇങ്ങനെ പേറിക്കൊണ്ട് നടക്കുന്നത്. എന്താ ചെയ്യാ? എല്ലാം അള്ളാന്റെ പരീക്ഷണമായിരിക്കും. പിന്നെ അമ്മ എന്താ ചെയ്യാ? അള്ള വിചാരിക്കുന്നതില്ല നടക്കും. ഞമ്മ വിചാരിക്കുന്നൊന്നും നടക്കൂലല്ലോ. അതിൻ്റെ ഇടയിൽ മൂപ്പർ ഇങ്ങനത്തെ ഒരു പണിയെടുത്തോട്ടും എനിക്ക് അതിനെക്കാട്ടിയും ദേഷ്യം വരുന്നു. എത്ര പറഞ്ഞു കൊടുക്കുന്നറിയാവോ? മൂപ്പർ എന്താ തോന്നുന്ന അത് ചെയ്യും. ഞമ്മ പറഞ്ഞാലൊന്നും കേൾക്കൊന്നുമില്ല. എല്ലാവരും ഇഷ്ടം. എന്താ ദേഷ്യപ്പെട്ടിട്ട് പോയിട്ട് തിരിച്ചു വന്ന് മഹരീന് കുറച്ച് മുമ്പ് വന്ന്. ഇനിയിപ്പം ഞാൻ സമാധാനിപ്പിച്ചിട്ട് ഇതപ്പം തിന്നാൻ വേണ്ടിയിട്ട് പോന്ന്. ഇതിൽ ബിരിയാണി വാങ്ങിയായിരുന്നു. ബീഫ് ബിരിയാണി. അപ്പം അത് വേണമെന്നറിയുന്ന അങ്ങനെ എന്താ തെസ്ബിയെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. തെസ്ബിയ തിന്നാനല്ല കേട്ടാ, ബിരിയാണി തിന്നാണ്ട് ദിക്റ് ചെല്ലുന്നിടത്തുനിന്ന് തെസ്ബിയ എടുത്ത് വെച്ചേ. എത്ര പറഞ്ഞാലും പാവം തോന്നുന്നു. ചിരിക്കി നോക്കിയേ.
പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും മൂപ്പര് പ്രതികരിക്കൂല, ദേഷ്യപ്പെടൂല്ല. ഞാൻ നല്ലോണം ദേഷ്യം വന്നിട്ടാകുമ്പം മൂപ്പര് ഇവിടുന്ന് പോവും. ഒന്നെങ്കിൽ പുറത്തിരിക്കും, ഇല്ലെങ്കിൽ ചങ്ങായിമാരുടെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വരും. ഒന്നും പറയൂല. അതാണ് മൂപ്പര്. നീ എന്തെങ്ങനെ എന്നെ അങ്ങനെ എന്താ പറയുന്നു, ഇങ്ങനെ എന്താ പറയുന്നു ഒന്നും പറയില്ല. മുമ്പാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ പാടാണെങ്കിൽ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ, ഇപ്പം ഞാൻ അങ്ങനെ ദേഷ്യപ്പെടലും ഇല്ല. പക്ഷെ മുമ്പെല്ലാം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യപ്പെടുമ്പം ഇവരെ മരിച്ച അവരെ ഭാര്യൻ്റെ ഫോട്ടോ ഉണ്ട്, അതെടുത്ത് നോക്കി കരയും. അവരൊന്നും പറയില്ല, ദേഷ്യപ്പെടുകയൊന്നുമില്ല. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുന്നില്ല. അതേ മൂപ്പരോടുള്ള ദേഷ്യമല്ല, പക്ഷെ മുമ്പേ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കടന്നു വന്നതിനെ കൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഇതാക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പം ഇല്ല അങ്ങനെയൊന്നും. ഇപ്പം എത്രയോ മാറിയിട്ടുണ്ട് ഞാൻ. അപ്പം മൂപ്പരങ്ങനെ ഇതാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാവും. എന്തെങ്കിലും ദേഷ്യത്തിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വരുവോളം ഭയങ്കര ടെൻഷനായിരിക്കും, എവിടെ പോയി എന്നില്ല. അങ്ങനെയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോസ്. ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാം. ഓക്കെ, ബെല്ലൈക്കൻ അമർത്താം. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും ദുആ ഉണ്ടാവണം. ഓക്കെ.